ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യത്തിന്മേൽ ഇന്നലെ ഹൈക്കോടതിയിൽ നടന്ന വാദം ഉൾപ്പെടെ 2 സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായത് CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമാക്കുന്നതാണ്. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെയും ആ കേസിലെ പ്രതിയെയും സംരക്ഷിക്കുന്ന CPMനെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ വാദിക്കുമ്പോൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് മയക്കുമരുന്ന് കച്ചവടത്തിന്റെ അല്ലെങ്കിൽ ലഹരി വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറിയ കഥ പറഞ്ഞ് ജില്ലാ സമ്മേളന പ്രതിനിധികളെ രസിപ്പിക്കുകയായിരുന്നു MV ഗോവിന്ദൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ഗ്രാമങ്ങളിൽ വിപ്ലവം തുടങ്ങി നഗരങ്ങളെ വലയം ചെയ്ത് ഇന്ത്യയെ രക്ഷിക്കാൻ പൂജാതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഇന്നത്തെ സ്ഥിതിയാണ് ഈ 2 ചിത്രങ്ങളിൽ വ്യക്തമായത്. ഒരിടത്ത് പാർട്ടി ഓഫീസിലെ ലഹരി കച്ചവടം, മറ്റൊരിടത്ത് കേരളത്തിന്റെ ഉള്ളുലച്ച ഒരു കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾ. തന്റെ ഭർത്താവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം തൃപ്തികരമല്ലെന്നും അത് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് എടുത്തുമാറ്റി CBIയെ ഏൽപ്പിക്കണം എന്നുമുള്ള ആവശ്യം മുൻനിർത്തി മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ കേസിലാണ് ഇന്നലെ വാദം നടന്നത്. മഞ്ജുഷയുടെ വാദം അല്ലെങ്കിൽ വാദിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതിയെ അല്ലെങ്കിൽ പ്രതികളാവാൻ സാധ്യതയുള്ളവരെ സംരക്ഷിക്കുന്നതിന് പാർട്ടിയും പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരും നടത്തുന്ന ശ്രമങ്ങളിൽ ഊന്നിയുള്ളതായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി എന്ന ആവർത്തിച്ചുള്ള വായ്ത്താരിയിൽ ആ കുടുംബത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഇന്നലെ നടന്ന വാദം ചൂണ്ടിക്കാട്ടുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കുന്നു. ഈ കേസിലെ പ്രതിയായ PP ദിവ്യ, അവര് നവീൻ ബാബുവിന്റെ മരണം നടക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നീട് ഒരു ശിക്ഷാ നടപടി എന്ന നിലയിൽ തന്നെ അവരെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി രാജിവെക്കാൻ നിർബന്ധിതയാക്കി. പക്ഷെ ഇപ്പോൾ അവര് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സാമ്പത്തിക കാര്യ സ്ഥിരം സമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമാക്കിയിരിക്കുകയാണ്. അത് പാർട്ടി എടുത്ത ആ തീരുമാനമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ തന്നെ താല്പര്യത്തിൽ എടുത്ത തീരുമാനമാണ്. ഇത് ദിവ്യയ്ക്ക് പാർട്ടിയിൽ എത്രത്തോളം സ്വാധീനം ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് മഞ്ജുഷ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അത്രയ്ക്ക് സ്വാധീനമുള്ള ഒരു പ്രതി, ഭരണകക്ഷിയിൽ സ്വാധീനമുള്ള ഒരാള്, ആ ആൾ പ്രതിയായിട്ടുള്ള കേസിൽ കേരള പോലീസാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ തങ്ങൾക്ക് നീതി കിട്ടില്ല എന്നാണ് മഞ്ജുഷ ആവർത്തിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അതായത് പാർട്ടിക്ക് പ്രതി ദിവ്യ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരാളാണ്, വേണ്ടപ്പെട്ട ഒരാളാണ്. നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷമുള്ള സംഭവങ്ങൾ, അന്വേഷണത്തിന്റെ ഗതി, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവരെ രക്ഷിക്കുക എന്നത് പാർട്ടി അവരുടെ ഉത്തരവാദിത്വവും കർത്തവ്യവുമായി കരുതുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, ദിവ്യ ജാമ്യം നേടി പുറത്തു വന്ന ദിവസം ആരൊക്കെയാണ് അവരെ സ്വീകരിക്കാൻ പോയത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അടക്കമുള്ളവരാണ് ജയിലിന് മുന്നിൽ അവർക്ക് വേണ്ടി കാത്തുനിന്നത്. അതിനുശേഷമാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ CBIക്ക് കേസന്വേഷണം വിടണമെന്ന് ആവശ്യമായി എത്തിയപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് സർക്കാരിനെ കൊണ്ട് പാർട്ടി എടുപ്പിച്ചത്. ആ വാദമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ സർക്കാരിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി കോടതിയിൽ നടത്തുന്നത്. പ്രോസിക്യൂഷൻ പറയുന്നത് ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നതെന്നാണ്. CBI വരേണ്ട ഒരു കാര്യവുമില്ല എന്നാണ്. മഞ്ജുഷ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ അതിന് തെളിവില്ലെന്നാണ് പറയുന്നത്. അതൊന്നും ശരിയല്ല എന്ന് വെറുതെ പറഞ്ഞു തള്ളുകയാണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത്. അതാണ് CPMന്റെ രീതി, സമ്പ്രദായം. ഏത് പ്രമാദമായ കേസായാലും, ജനങ്ങളെ അല്ലെ സംസ്ഥാനത്തെ ഞെട്ടിച്ച കേസാണെങ്കിൽ പോലും അതിലെ പ്രതികള് CPMകാരാണെങ്കിൽ അവരെ രക്ഷിക്കുക, അതാണ് CPMന്റെ രീതി. പലപ്പോഴും ഈ കേസുകളുണ്ടല്ലോ, അതൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെയ്തതായിരിക്കും. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസിലും ഇതേപോലെയുള്ള ആരോപണം നിലവിലുണ്ട്. ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. മഞ്ജുഷ തന്നെ അത് കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടതിലെ ദുരൂഹത
മഞ്ജുഷ ഇന്നലെ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ മറ്റൊരു പ്രമാദമായ വീഴ്ച കൂടെ അവർ എടുത്തു പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ കഴുത്തിലെ കയറിന്റെ പാട്, അത് സംബന്ധിച്ച് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും രണ്ടു തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കയറിന്റെ പാടിന്റെ കാര്യത്തില് ഈ രണ്ട് റിപ്പോർട്ടിലും വലിയ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. 10 സെന്റിമീറ്ററിന്റെ വ്യത്യാസമാണ് ഈ പാടിന്റെ കാര്യത്തിൽ രണ്ട് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു വ്യത്യാസമല്ല. ഏതാണ്ട് ഇത്രത്തോളം അകലം അല്ലെങ്കിൽ ഇത്രത്തോളം വ്യത്യാസമാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? അതിലെ അസ്വാഭാവികത, അതിലെ അവിശ്വസനീയത, ഇതിലെന്തോ ഒരു തിരിമറി ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം മഞ്ജുഷ ഇപ്പോൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അന്തരം മഞ്ജുഷയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിലൊന്നാണ് ഈ കയറിന്റെ പാട് സംബന്ധിച്ചുള്ള വ്യത്യാസം. മറ്റൊന്ന് രക്തക്കറ തന്നെയാണ്. ഈ രക്തക്കറ സംബന്ധിച്ച് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായ പരാമർശമുള്ളപ്പോൾ എന്തുകൊണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നില്ല? അത് പോലീസ് എന്തുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനോട് പറഞ്ഞില്ല? അല്ലെങ്കിൽ പോലീസ് സർജൻ എന്തുകൊണ്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചില്ല? അതുപോലെ ഇൻക്വസ്റ്റ് നടന്നത് അത് ആരംഭിച്ചതിന് ശേഷമാണ് നവീൻ ബാബുവിന്റെ സഹോദരനെ വിളിച്ച് ആ കാര്യം പറയുന്നത്. പരിഹാരത്ത് യാതൊരു കാരണവശാലും പോസ്റ്റ്മോർട്ടം അരുത് എന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പറഞ്ഞത്, ആവശ്യപ്പെട്ടതാ കളക്ടറോട്. പക്ഷെ കളക്ടറുടെ നിർബന്ധമായിരുന്നു അവിടെ തന്നെ നടത്തണം എന്നുള്ളത്. എന്തുകൊണ്ട് കോഴിക്കോട് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പരിയാരത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി? പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവങ്ങൾ സൂക്ഷിച്ചു വെക്കാത്തതിനെ പറ്റിയും മഞ്ജുഷ വളരെ സംശയത്തോടെയാണ് പറയുന്നത്. പിന്നെ പ്രശാന്തൻ കൊടുത്ത പരാതി മുഖ്യമന്ത്രിക്ക്, അതിനെപ്പറ്റി വിവരാവകാശ നിയമപ്രകാരം നവീൻ ബാബുവിന്റെ കുടുംബം അന്വേഷിച്ചതാണ്, അതിന്റെ വിവരങ്ങൾ ചോദിച്ചതാണ്. പക്ഷെ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. അതെന്താ മറുപടി നൽകാതിരിക്കാൻ തക്കവണ്ണം എന്ത് പ്രാധാന്യമാണ് ആ വിവരത്തിനുള്ളത്? അതുപോലും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് മഞ്ജുഷ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസിന്റെ സത്യാവസ്ഥ ഒരിക്കലും പുറത്തു വരരുതേ എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെയാണ് പ്രത്യേക അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മഞ്ജുഷ അവരുടെ ഹർജിയിൽ പറയുന്നതൊക്കെ വസ്തുതാവിരുദ്ധമാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അല്ലെ, അതിന് തെളിവില്ലത്രേ. തെളിവാരാണ് ഉണ്ടാക്കേണ്ടത്? അന്വേഷണ സംഘമല്ലേ? കേരള പോലീസിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് CBI വരണമെന്ന് മഞ്ജുഷ ആവശ്യപ്പെടുന്നത്. അല്ലാതെ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്നത് ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമല്ല. പ്രോസിക്യൂഷൻ പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് തോന്നുക. നമ്മുടെ ഈ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ ചിലപ്പോൾ വളരെ നിഷ്കളങ്കനും ശുദ്ധനുമാണെന്ന് തോന്നുന്നു. അതാണ് ഈ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. ദിവ്യ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ തന്നെ അവരെ സ്വീകരിക്കാനായിട്ട് ജയിലിലേക്ക് അയക്കുകയാണ്. ദിവ്യയെ രക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അത് ഗോവിന്ദൻ അറിയാം, അത് നാലാൾ അറിയുന്നില്ല. അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വന്തം ഭാര്യയെ ജയിലിലേക്ക് അയക്കുന്നത്. അല്ലാതെ മറ്റു ചില നേതാക്കളെ പോലെ അക്കാര്യത്തിൽ ഒരു കള്ളത്തരം കാണിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതേ ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കണ്ടത്. പ്രതികളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അദ്ദേഹം ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ കഥ പറഞ്ഞു. ഒരു നല്ല കാശുള്ള ഒരുത്തൻ, സമ്പന്നനാണ്, എവിടുന്നോ പണം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഒരു ഏരിയ കമ്മിറ്റിയിൽ ചില വിഭാഗീയത കണ്ടപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് നന്നായിട്ട് പണമിറക്കി പാർട്ടി കയ്യിലാക്കി, സ്വന്തമാക്കി. CPM-നെ പറ്റിയാണ് പറയുന്നത്. ഒരു പണക്കാരൻ പണമിറക്കി കളിച്ചപ്പോ അവിടുത്തെ പ്രാദേശിക പാർട്ടി അയാളുടെ കൈകളിലായെന്ന്. എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? ആ പാർട്ടി ഓഫീസ് മയക്കുമരുന്ന് കച്ചവടത്തിനുള്ളൊരു മറയാക്കി, അതിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു ജില്ലാ സമ്മേളനത്തിൽ പറയുകയാ, കച്ചവട കേന്ദ്രമാക്കി മാറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ആഫീസിന്റെ പടി കയറി മുകളിൽ ചെന്നിട്ട് പണം കൊടുത്താൽ മതി, രൊക്കമായിട്ട് കാശ് കൊടുത്താൽ പൊതി കിട്ടും. മയക്കുമരുന്ന്, കഞ്ചാവ്, അതുമായി കുശിയായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. കടം കിട്ടത്തില്ലെന്നേ ഉള്ളൂ, രൊക്കം കൊടുക്കണം.
സംഭവം നടക്കുന്നത് CPM പാർട്ടി ഓഫീസിലായതുകൊണ്ട് അതാരും ശ്രദ്ധിക്കത്തുമില്ല. അതായത് കൊലക്കേസ് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഒളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളി. CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിനെ പറ്റി ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യമാണ്. ഗോവിന്ദൻ അവിടെ പോയി ഇക്കാര്യത്തിൽ നടപടിയെടുക്കാനൊന്നും ശ്രമിച്ചതാ. പക്ഷെ അവിടെയുള്ള ഒരു മുഴുവൻ ഈ സമ്പന്നന്റെ കൂടെയാ, പാർട്ടി പിടിച്ചെടുത്തവന്റെ കൂടെയാ, ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ആളിന്റെ ഒപ്പമാണ്. അവരൊന്നിച്ചു നിന്ന് എതിർത്തപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്ഥലം വിടേണ്ടി വന്നു. പിന്നീട് അവസാനം അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആ കമ്മിറ്റി പിരിച്ചുവിടും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് കാര്യങ്ങൾ ശരിപ്പെടുത്താൻ ഒരു അവസരം ലഭിച്ചത്. ഒരു വിപ്ലവ പാർട്ടിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ പാർട്ടി. നമ്മൾ ആ പാർട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കുമറിയില്ല എന്നായിരിക്കും ആദ്യം പറയുക. പിന്നീട് കയ്യൂര്, കരിവള്ളൂര്, പുന്നപ്ര, വയലാറ് ഈ വക കഥകളുമായി വരും. അല്ലെങ്കിൽ P. കൃഷ്ണപിള്ള, AKG, EMS എന്നിവരുടെ പേരുകൾ എടുത്ത് പുറത്തേക്കിടും. ചോരച്ചാലുകൾ നീന്തി കടന്നു വന്ന പാർട്ടിയാണെന്ന് പറയും. രക്തസാക്ഷികളുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കും. ആ പാർട്ടിയുടെ ഒരു ഓഫീസിലാണ് മയക്കുമരുന്ന് കച്ചവടം നടന്നു എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് പല DYFI നേതാക്കൾക്കും എതിരായിട്ട് ഇതുപോലെ പരാതി ഉണ്ടായിട്ടുണ്ട്. കഞ്ചാവ്, മയക്കുമരുന്ന് കച്ചവടങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട്. അന്നൊന്നും ഇത്രയും നിരീക്ഷിച്ചില്ല. അതൊക്കെ വളരെ ഇൻഡിവിജ്വൽ കേസസ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു കേസ് ഇപ്പോൾ ഓർക്കുന്നത് പന്തളത്താണ്. അവിടെ ഒരു സംഘം DYFI പ്രവർത്തകരെ മയക്കുമരുന്നുമായിട്ട് പോലീസ് പിടിച്ചു, പോലീസോ എക്സൈസോ പിടിച്ചു. അപ്പോഴാണ് ഏറ്റവും രസകരമായ കാര്യം അറിയുന്നത്, ഈ കേസിൽ പന്തളം സഹാക്കളെ ഒറ്റിക്കൊടുത്തത് കരുനാഗപ്പള്ളിയിൽ ഇതേ കച്ചവടം നടത്തുന്ന DYFIക്കാര് തന്നെയാണെന്ന്. കഴിഞ്ഞ ദിവസം ഇടുക്കിയില് ഒരു KSU പ്രവർത്തകന്റെ 5 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചു. 5 ഗ്രാം. അതിനെപ്പറ്റി അവിടുത്തെ ഒരു SFI നേതാവ് വലിയ ഒച്ചത്തിൽ സംസാരിച്ചത്, ഇനി ഓരോ KSUക്കാരന്റെയും പോക്കറ്റ് പരിശോധിച്ചിട്ട് വേണം കടത്തിവിടേണ്ടത് എന്നാണ്. ആ പറഞ്ഞ ആളിന്റെ പാർട്ടിയുടെ ആഫീസിലാണ് ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടം നടന്ന കഥ പാർട്ടി സെക്രട്ടറി തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ വിപ്ലവം ആരംഭിക്കുമ്പോൾ വിപ്ലവത്തിന്റെ ബേസ് ക്യാമ്പായി മാറേണ്ടതാണ് ഈ ലോക്കൽ കമ്മിറ്റി ആഫീസുകൾ. അവിടെയാണ് നമുക്ക് സുലഭമായിട്ട് മയക്കുമരുന്ന് കിട്ടുന്നത്. പറഞ്ഞിട്ടെന്താ കാര്യം? ഇത്രകാലം കാത്തു നിന്നിട്ടും വിപ്ലവം വരുന്നില്ല. അതുമാത്രമല്ല, എക്സാലോജിക്ക് ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങുക മുതലായ മേലേക്കിട കാര്യങ്ങളും നമ്മുടെ കൈവശം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഇച്ചിരി മരുന്ന് വിറ്റ് 4 കാശുണ്ടാക്കാമെന്ന് കരുതിയെന്നേ ഉള്ളൂ. കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് പാർട്ടി സെക്രട്ടറി ഇത് പറഞ്ഞത്. ഇനി 13 ജില്ലാ സമ്മേളനങ്ങൾ കൂടിയുണ്ട്. അവിടെ ഇതുപോലെയുള്ള ഓരോ പാർട്ടി രഹസ്യങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയാണെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിൽ മറ്റൊരെണ്ണം, അതും കൂടെ കഴിഞ്ഞാൽ ഈ കഥകളെല്ലാം സമാഹരിച്ച് നമുക്കൊരു പുസ്തകം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരു പാർട്ടിയുടെ ഒരു ആത്മകഥ പോലെ ഒരെണ്ണം. EP ജയരാജനെ തന്നെ അതിന്റെ രചന ഏൽപ്പിക്കാം. അതിന്റെ പ്രസാദനം DC ഏതായാലും ഏൽപ്പിക്കണ്ട. അത് ചിന്ത തന്നെ ചെയ്യട്ടെ, നല്ല വിൽപ്പന കിട്ടും. ചുരുക്കി പറഞ്ഞാൽ, സ്വന്തം ആഫീസിൽ കഞ്ചാവ്, ലഹരി കച്ചവടത്തിന്റെ കട തുടങ്ങിയ പാർട്ടി ഏത് മാരകമായ കേസാണെങ്കിലും അതിലെ പ്രതികളെ രക്ഷിക്കാൻ തയ്യാറാകും എന്ന് മാത്രം ഓർക്കുക.